ഹലോ എവരിവൺ, ഇന്ന് ഞങ്ങൾ പോയത് ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്നൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചയുണ്ട്. അതിലൊന്നാണിത്. ഈ പാലത്തിൻ്റെ പേരാണ് ആൾട്ടെ ബ്രൂക്ക്. ഇത് പണി കഴിപ്പിച്ചത് 1786-88 കാലഘട്ടത്തിലാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഹൈഡൽബർഗ് ഷ്ലോസ് എന്ന് പറഞ്ഞ ഈ കാസിൽ. ഇതിന് ഏകദേശം ഒരു 800 വർഷം പഴക്കമുണ്ടെന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നല്ല ഉച്ച സമയമായതുകൊണ്ടും അല്പം നടക്കാനുള്ളതുകൊണ്ടും ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പക്ഷെ മറ്റൊരു ദിവസം ഞാൻ ഈ കാസിൽ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അന്ന് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ ആ വീഡിയോയിൽ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. ഈ കാണുന്ന റിവറിൻ്റെ പേരാണ് നെക്കർ റിവർ. ഹൈഡൽബർഗിലെ മറ്റൊരു അട്രാക്ഷൻ കൂടിയാണിത്. പാലത്തിൻ്റെ ഇരുവശങ്ങളായിട്ട് ഇതുപോലുള്ള ഒരുപാട് സ്റ്റാച്യൂസ് നമുക്ക് കാണാം. ഈ പാലത്തിൽ കൂടെ മറ്റു വണ്ടികളൊന്നും കടത്തിവിടില്ല. മനുഷ്യർക്ക് നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. വണ്ടികൾ പോകാനായിട്ട് മറ്റൊരു പാലം അവർ അപ്പുറത്ത് പണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ പാലം ക്രോസ് ചെയ്ത് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് എൻ്റെ കൂടെ ഉള്ളവർ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയായിരുന്നു. അങ്ങനെ അവരുടെ പുറകെ ഓടിയെത്തിയപ്പോൾ ഞാൻ ഒരു സംഭവം കണ്ടു. ഇതാണ് ഹൈഡൽബർഗ് ലീബസ്റ്റൈൻ എന്നാണ് ഈ സ്റ്റോണിൻ്റെ പേര്, ഓൾസോ നോൺ ആസ് ലവ് സ്റ്റോൺ. ഈ കാണുന്ന ലോക്സിനെ പറയുന്നത് ലവ് ലോക്സ് ആണ്. പരസ്പരം സ്നേഹിക്കുന്നവരാണ് ഇവിടെ വന്ന് ഇത് ഇടുന്നത്. അവിടുന്ന് ഞങ്ങൾ പോയത് ഈ വഴിയാണ്. ഇതിൻ്റെ മണ്ടയിൽ ഒരുപാട് നടന്നെത്തിയ ഹൈഡൽബർഗിൻ്റെ ഒരു ടോപ്പ് വ്യൂ കിട്ടും. പക്ഷെ ഒരുപാട് നടക്കാനുള്ളതുകൊണ്ട് പകുതി എത്തിയിട്ട് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. പക്ഷെ മറ്റൊരു ദിവസം ഇവിടെയും വരുന്നതായിരിക്കും. തിരിച്ച് ഞങ്ങൾ എത്തിയപ്പോഴത്തേന് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓൾഡ് ടൗൺ കാണാൻ വേണ്ടി പോകുകയാണ്. ഹലോ ഗൈസ്, നമ്മൾ ഹൈഡൽബർഗ് ആൾട്ടെ ബ്രൂക്കിൽ പോയി തിരിച്ച് വെയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും പോഹലിൻ്റെ ആയാൽ വീട്ടിലിരിക്കൂല, എല്ലാവരും പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിക്കുക. അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ്. നിനക്കെന്താ പറയാനുള്ളത്? എനിക്കൊന്നും പ്രത്യേകിച്ച് പക്ഷേ നല്ല ഞങ്ങൾ ഹൈഡൽബർഗ് ആൾട്ടൻബുർഗിലാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല വൈബ് പ്ലേസ് ആണ്. കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഡ്രസ്സും പല പല സാധനങ്ങളുണ്ട്. പക്ഷെ ഭയങ്കര റേറ്റ് ആണ്. അഫോർഡബിൾ അല്ല. വേണമെങ്കിൽ വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഭയങ്കര ആൾക്കൂട്ടമാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു വൈബാണ്. ഒരു പണ്ടത്തെ സിറ്റി. അതെ, ആൾട്ട് സ്റ്റാർട്ടാണ്. അപ്പം ഇവിടുത്തെ ആ ഒരു എല്ലാം അടിപൊളിയാണ്. എവിടെ നോക്കിയാലും പഴമയെ സൂചിപ്പിക്കുന്ന കെട്ടിടങ്ങളും അതിൻ്റെ നിർമ്മിതികളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു ഹെയർ കട്ടിന് 17 യൂറോ, അതായത് നാട്ടിലത്തെ 1700 രൂപ. എന്തിനു വെറുതെ നാട്ടിൽ നിന്ന് കട്ട് ചെയ്ത് എന്നെ പോലെ ഞാൻ മിക്കവാറും മുട്ടയടിക്കും. അയ്യോ, നീ നല്ല വൈബാണെന്നല്ലാതെ മറ്റ് വേറെ എന്തെങ്കിലും ഞാൻ പറയണല്ലേ? എന്നാന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വരുന്നില്ല. നീ കണ്ണൂർ ഭാഷ പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ കണ്ണൂർ ഭാഷയിൽ പറയും, ഇവൻ തിരുവനന്തപുരം ഭാഷയിൽ പറയും. അപ്പം എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും പഴയ രാജകുമാരൻ.
ഏതിലെ ജലധാര? എവിടെ നോക്കിയാലും കെട്ടിടങ്ങൾ, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. അതെന്താ അങ്ങനെ ഒരു ചിരി? നൈസ് 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 നൈസ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നടന്ന് നല്ല ടയേർഡായി. എന്നാൽ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് എല്ലാവരും പറഞ്ഞു. ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. എന്തായാലും ആ കാസിൽ കാണാനായിട്ട് ഒരിക്കൽ കൂടെ ഞാൻ വരുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ച്യൂസ്.